നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെക്കൻ കേരളത്തിൽ ശക്തമായ മഴ അതിനുള്ള സാധ്യത തന്നെയാണ് ഒരുങ്ങുന്നത്. പക്ഷേ വടക്കൻ മേഖലയിലാകട്ടെ ചൂട് കനക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. തെക്കൻ കേരളത്തിന് മുകളിലെ ചക്രവാത ചുഴിയുടെയും കാറ്റിൻ്റെയും സ്വാധീനം കൊണ്ട് ഫെബ്രുവരി 2 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ജാഗ്രത പാലിക്കണമെന്നും എടുത്തു പറയുന്നു. തെക്കൻ കേരളത്തേക്കാൾ ഉയർന്ന താപനില വടക്കൻ കേരളത്തിൽ അനുഭവപ്പെടും. മധ്യകേരളത്തിൽ നേരിയ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യമുണ്ടെങ്കിലും താപനിലയിൽ കാര്യമായ കുറവുണ്ടാകാൻ സാധ്യതയില്ല. ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള കിഴക്കൻ കാറ്റ് മധ്യകേരളത്തിലൂടെയും തെക്കൻ കേരളത്തിലൂടെയും കടന്നു പോകുന്നതുകൊണ്ടാണ് ഈ മേഖലയിൽ മേഘാവൃതമായ അന്തരീക്ഷത്തിനും നേരിയ മഴയ്ക്കും സാധ്യതയുള്ളത്. ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ട ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക എന്നുള്ളതാണ് ആദ്യ മുൻകരുതൽ. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് മിന്നലേൽക്കാനുള്ള സാധ്യത കൂട്ടും. ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കരുത്. ഭിത്തിയിലും തറയിലും സ്പർശിക്കാതിരിക്കുക. ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഈ സമയത്ത് ഇറങ്ങരുത്. വടക്കൻ കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയ്ക്കും സാധ്യതയുണ്ട്. ഡിസംബർ 31 അവസാനിക്കേണ്ട തുലാമഴ നീണ്ട് ജനുവരി 25 അവസാനിച്ചത്. 25 ദിവസം മഴ സാധ്യത ഉണ്ടെങ്കിലും കാര്യമായ മഴയൊട്ട് കിട്ടിയതുമില്ല. ഇത്രയധികം നേരത്തെ തന്നെ ചൂട് ശക്തമായതോടെ പലയിടത്തും ജലദൗർലഭ്യവും രൂക്ഷമായി. ഫലപ്രദമായ തരത്തിൽ ജലസംരക്ഷണം ശക്തമാക്കുക എന്നുള്ള സൂചന കാലാവസ്ഥാ വിദഗ്ധർ തന്നെ ഇപ്പോൾ നൽകുന്നുണ്ട്. കാടിനുള്ളിൽ ചൂട് കൂടുന്നതും ആശങ്കാജനകമാണ്. കടുവ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ കാട് വിട്ട് പുറത്തു വരുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് കാട്ടിൽ ചൂട് വർദ്ധിക്കുന്നതും ഭക്ഷണവും വെള്ളവും ഇല്ലാതാകുന്നത് തന്നെയാണ്. വേനൽക്കാലത്ത് കാട്ടിനുള്ളിൽ തന്നെ മൃഗങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും ഉറപ്പാക്കാൻ വേണ്ട സജ്ജീകരണങ്ങൾ കൂടിയാണ് ഒരു ഭാഗത്ത് സ്വീകരിക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.